നമസ്കാരം. 2011 മാർച്ചിലാണ് സിറിയയിൽ പ്രക്ഷോഭങ്ങളുടെയെല്ലാം പൊട്ടിപ്പുറപ്പെടൽ. ഇവയെ സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് ബഷർ അൽ അസദ് നിഷ്കരുണം അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ പ്രതിഷേധങ്ങളുടെ രീതി മാറി. കലാപം ആഭ്യന്തര യുദ്ധമായി മാറിയതോടെ സഖ്യകക്ഷികളായ ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങൾ തകർത്ത് കീഴ്പ്പെടുത്താൻ ബഷർ തന്റെ സൈന്യത്തെ അഴിച്ചുവിട്ടു. ഇതിനു പിന്നാലെ സിറിയയിലെ സർക്കാർ തടങ്കൽ കേന്ദ്രങ്ങളിൽ വ്യാപകമായ പീഡനങ്ങളും നിയമവിരുദ്ധമായ വധശിക്ഷകളും നടക്കുന്നതായി അന്താരാഷ്ട്ര അവകാശ സംഘടനകളും പ്രോസിക്യൂട്ടർമാരും ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി. 5 ലക്ഷത്തോളം പേരാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സിറിയയിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നത് 23 ദശലക്ഷം പേരായിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള കണക്കനുസരിച്ച് ജനസംഖ്യയിലെ പകുതിയിലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പതിയെ തുടങ്ങിയ കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ദശലക്ഷക്കണക്കിന് സിറിയക്കാരാണ് അതിർത്തികൾ കടന്ന് ജോർദാൻ, തുർക്കി, ഇറാഖ്, ലബനൻ എന്നിവിടങ്ങളിലേക്കും യൂറോപ്പിലേക്കും പലായനം ചെയ്തത്. ഈ അടുത്ത കാലം വരെയും അസദ് ഭരണകൂടത്തിന് പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലും വടക്ക് കിഴക്ക് കുർദിഷ് നിയന്ത്രണത്തിലുമായിരുന്നു. അതേസമയം തന്നെ സിറിയയുടെ പ്രധാന ഭാഗങ്ങൾ സർക്കാർ അധീനതയിൽ തുടരുകയും ചെയ്തു. അതേസമയം ഡമാസ്കസ് പാശ്ചാത്യ ഉപരോധത്തിൽ തുടരുകയായിരുന്നു. ഇതിനിടെ അറബ് ലീഗ് കഴിഞ്ഞ വർഷം സിറിയയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചു. 12 വർഷം മുമ്പ് ഡമാസ്കസുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം സിറിയയിലെ ആദ്യത്തെ അംബാസിഡറെ നിയമിച്ചതായി സൗദി അറേബ്യ മെയ് മാസത്തിലാണ് പ്രഖ്യാപിച്ചത്. സിറിയയിലെ വൻ നഗരമായ ആലപ്പോയിൽ വീണ്ടും തീമഴ പെയ്യാൻ തുടങ്ങിയത് ഏതാനും ദിവസം മുൻപാണ്. കുറച്ചു വർഷങ്ങളായി സമാധാനം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത സിറിയൻ ജനതയുടെ തലയ്ക്ക് മുകളിലേക്ക് റഷ്യയും ഒപ്പം സർക്കാർ സൈന്യവും പോർ വിമാനങ്ങളിൽ നിന്ന് ബോംബിംഗ് തുടങ്ങിയപ്പോൾ തെരുവുകളും നഗരങ്ങളും രക്തക്കളമായി തകർന്നടിഞ്ഞു. പക്ഷേ റഷ്യയുടെയും ഇറാന്റെയും ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെയും പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ബഷാർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിലേക്കായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം നയിച്ചത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTS എന്ന വിമതസേന സിറിയൻ തലസ്ഥാനം ഡമാസ്കസ് പിടിച്ചെടുത്തിരുന്നു. നവംബർ അവസാന വാരമായിരുന്നു ഇതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ തുടക്കം. സിറിയൻ സർക്കാരിനെതിരെ വിമതസേന ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആക്രമണത്തിനാണ് 2024 നവംബർ 27 തുടക്കമിട്ടത്. നവംബർ അവസാനത്തോടെ വടക്ക് പടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് സിറിയയിൽ കാറ്റ് മാറി വീശാൻ തുടങ്ങിയത്. ഔദ്യോഗിക സേനാ വിഭാഗം പെട്ടെന്ന് തകർന്നു. അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും യുദ്ധത്തിൽ വ്യാപൃതരായി. ഇക്കാരണത്താൽ സിറിയയുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ ഇവർ വിമുഖത കാണിക്കുകയും ചെയ്തു. വിമതർ സിറിയയിൽ തലസ്ഥാനം പിടിച്ചടക്കിയതോടെ അസദ് രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അസദ് എവിടെയാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇതിനിടയിൽ അസദ് കൊല്ലപ്പെട്ടുവെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ബഷർ അൽ അസദ് രാജ്യം വിട്ടതോടെ അവരുടെ 54 വർഷത്തെ കുടുംബവാഴ്ച കൂടിയാണ് സിറിയയിൽ അവസാനിച്ചത്. അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ സർക്കാർ സൈനികർ ചെറുത്തുനിൽപ്പ് പോലും നടത്താതെയാണ് കീഴടങ്ങിയത്. 24 വർഷം ഉരുക്കുമുഷ്ടിയുമായി രാജ്യം ഭരിച്ച അസദ് അജ്ഞാത സ്ഥലത്തേക്ക് വിമാനം കയറിയതായി റോയിട്ടേഴ്സിനോട് സംസാരിച്ച മുതിർന്ന സിറിയൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അസദ് ഭരണം തകർന്നതായി സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. സ്വേച്ഛാധിപതി ബഷർ അൽ അസദ് പലായനം ചെയ്തു. ഞങ്ങൾ ഡമാസ്കസിനെ സ്വേച്ഛാധിപതിയായ ബഷർ അൽ അസദിൽ നിന്ന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നുവെന്നും വിമതർ പറഞ്ഞു. സിറിയയുടെ പുതിയ യുഗമാണിതെന്ന് ഹയാത്ത് തഹ്രീർ അൽ ഷാം വിമത വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും പിൻവാങ്ങിയതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. ഡമാസ്കസിന് വടക്ക് കുപ്രസിദ്ധമായ സൈത്നയ സൈനിക ജയിലിൽ പ്രവേശിച്ചതായും തടവുകാരെ മോചിപ്പിച്ചതായും വിമതർ അറിയിച്ചു. അൽഖ്വയ്ദയിൽ നിന്നും ഉത്ഭവിച്ചതും US-ഉം UN-ഉം തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നതുമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗങ്ങൾ 2 ആഴ്ചയായി അസദ് ഭരണകൂടത്തിനെതിരായ നീക്കത്തിലായിരുന്നു.